സോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഔറംഗാബാദിലാണ്. ഞങ്ങളിപ്പോൾ പേര് മാറ്റി. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്താ ഇത് ആതിര ചേച്ചിയാണ്, ആൻഡ് ഇത് ജിത്തുവാണ്. ഞങ്ങളിപ്പോൾ ജീപ്പിൻ്റെ ഉള്ളിലാണ്. ആ സംഭവത്തിന്റെ ഉള്ളിലാണ്. ഞങ്ങളെ ചതിച്ചിട്ട് അയാള് 1000 രൂപ എടുത്തിട്ട് അയാള് ചെയ്യിപ്പിച്ചു. പണ്ടിന്റെ ഉള്ളിൽ കയറ്റി അജന്ത പുതിയ വണ്ടി എന്ന് പറഞ്ഞിട്ട് ജിത്തിന് പുതിയ വണ്ടിക്കാരനായിരുന്നു കയറാം. ഓ മൈ ഗോഡ്. സോ അതിൻ്റെ ഇവിടെ കുറെ ആൾക്കാരുണ്ട്. ഇതാണ് സ്ഥലം ഗൈസ്, ഇതാണ് വണ്ടി. ഇവന്മാരുടെ എല്ലാവരുടെയും കഴുത്തില് അതുണ്ട്, വായിലുണ്ട്. ബൈ ഗൈസ്. ഇനി ഞാൻ ചേച്ചിമാരുടെ വലിയ ഇല്ല, അതൊക്കെ മനസ്സിൽ വന്നിട്ടോ. അത് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോ തന്നെ വന്നാ. ഈ പന്നിനെ വീണ്ടും കയറ്റി ഹൈറ്റ് കൂടുതലായ പ്രശ്നങ്ങൾ ഗൈസ്. എനിക്കുണ്ട്. ഐ ഹോപ്പ് A few moments later. ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്, കഞ്ചാവും ഒക്കെ അടിച്ചിരിക്കുകയാണ് ഗൈസ്. വായിലൊക്കെ എന്തൊക്കെയുണ്ട്. അവന്റെ കഴുത്തിൽ അവൻ എന്താ എഴുതിയിരിക്കണ അറിയോ ഗൈസ്? അവന്റെ പെണ്ണിന്റെ കഴുത്തിൽ അതായി. ഹായ് ഗൈസ്. അപ്പൊ ഞാനിപ്പോ സീറ്റ് മാറുകയാണ്, കാരണം ജിത്തുവിന് കൊരങ്ങനെ പേടിയാണ്. അല്ല, ഞങ്ങള് ആലുപൊറാട്ടക്കാർ ഒരുമിച്ചിരിക്കാന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ കൊരങ്ങനെ നിങ്ങക്ക് കാണാൻ വേണ്ടിയുണ്ട് ഗൈസ്. ഇത് ജിത്തുവാണ്, പേര് തന്നെ. എനിക്ക് പേടിയൊന്നുമില്ല. സോ ഗൈസ്, ഞങ്ങളിപ്പോ ബസ്സിൽ വന്നിരുന്നു. സോ ആതിര ചേച്ചി, ജിത്തു, വിജയുടെ. സോ എങ്ങനെയുണ്ട് ബസ്? AC എങ്ങനെയുണ്ട്? സൂപ്പർ. 90 രൂപ ബാക്കി 25 തന്നില്ലേ? 25 രൂപ ടിക്കറ്റ് എടുത്തു. വരുന്ന സമയത്ത് 35 പറഞ്ഞു അയാള്. അറിയില്ല എനിക്ക്. സോ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് ഗൈസ്. ബൈ. ജിത്തു വളരെ थका हुआ है ആൻഡ് കാല് പണിയായി ഗൈസ്. ഇത് ആതിര ചേച്ചിയാണ്. ആതിര ചേച്ചി ആ ബുക്ക് കാണിച്ചു കൊടുക്കും, ഞാൻ അതിന് വേണ്ടിയിട്ടായിരുന്നു. ഇതാണ് എന്താ അത്? ഇതിൽ ഫോട്ടോ എടുക്കണം. ഇത് ബുക്കാണ് ഞങ്ങൾ എടുക്കാതെ. സോ ഞങ്ങൾ എല്ലാ കേവ്സും കാണും പോയിട്ട്, ആൻഡ് അതിന്റെ ഡീറ്റെയിൽ എക്സാമിനേഷൻ ചെയ്യും. ഐ ഹോപ്പ് ജിത്തു थकना जाए. അപ്പോൾ അജന്തയിൽ മോർ ദാൻ 20 കേവ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആലോചിക്കുകയായിരുന്നു എങ്ങനെ നടക്കാൻ തുടങ്ങുക, ഈ മാപ്പൊക്കെ നോക്കിയിട്ട്. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങളിപ്പോൾ അജന്ത എത്തിയാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നാലെ. ഇതാണ് ആതിര ചേച്ചി, ഇതാണ് ജിത്തു. സോ യാ ഗൈസ്. കുറേ നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ കേവ് നമ്പർ 4 എത്തിയുള്ളൂ. ആൻഡ് കുറേ ഉണ്ട് ചെയ്യാൻ. ഇത് ആതിര ചേച്ചിയാണ്, അത് ജിത്തുവാണ്. ഇവർ വളരെ ലേറ്റായിട്ട് റെഡി ആകും, ആൻഡ് ലേറ്റായിട്ട് എല്ലാം ചെയ്യും. ഞാനെല്ലാം പെട്ടെന്ന് ചെയ്തിട്ട് റെഡിയാണ്. One eternity later. എന്താ വീഡിയോ ആണോ? വയ്യ. $2,000 years later. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഫൈനലി എത്താൻ പോവുകയാണ്. 5 മിനിറ്റ് വളരെ. അപ്പം ഞങ്ങൾ ഇതിന് ശേഷം ഭക്ഷണം കഴിക്കാനാണ് പ്ലാൻ. അതാണ് ജിത്തു. ഇതാണോ നല്ല ജീപ്പാണോ നല്ല ജിത്തു? ഉറങ്ങാൻ പറ്റും. ജിത്തുവിന് ബസ്സാണ് കൂടുതൽ ഇഷ്ടമായ ഗൈസ്, മോർ ദാൻ ടാക്സീസ്. അപ്പൊ ഇനി മുതൽ അവൻ മുംബൈയിലെ ബസ് ആയിരിക്കും. യാ.
സോ ഗായ്സ് എനിക്ക് ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഡിന്നറിന് ഞങ്ങൾ കഴിച്ചത് ഷാഹി ടുക്ഡ, നാൻ, ചിക്കൻ കറി, പിന്നെ സ്ട്രീറ്റ് ഫുഡിൽ നിന്ന് ഞങ്ങൾ എഗ് പാവും കഴിച്ചു. The next day. ഹായ് ഗായ്സ്, വെൽക്കം ടു ഡേ 2. സോ ഞങ്ങളിപ്പോൾ എലോറയ്ക്ക് പോകാൻ പോവുകയാണ്. സോ ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതാണ് ആതിര ചേച്ചി ഔട്ട്ഫിറ്റ്. ആതിര ചേച്ചി ആക്ച്വലി പാൻറ് എടുക്കാൻ മറന്നുപോയി, അതാണ്. പിന്നെ ഇത് ജിത്തുവിൻ്റെ ഔട്ട്ഫിറ്റാണ്. ജിത്തു ഹായ് പറയുക. സോ ഞങ്ങളെല്ലാവരും റെഡിയായി. ഒരുമിച്ചാണ് ഉറങ്ങിയത്, അതിന്റെ എടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് കിടാ ആരാ പറഞ്ഞത്? ഉറക്കക്ഷീണം. പിന്നെ നേരത്തെ ഇവിടെ നിന്നും കൂർക്കും അവിടെ നിന്നും കൂർക്കും, എനിക്ക് ഓർക്കാനേ പറ്റിയില്ല. ഓക്കെ ഇതാ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ റൂം. ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഞങ്ങളിപ്പോൾ റെഡിയായി. ആൻഡ് ഇതെൻ്റെ ഔട്ട്ഫിറ്റാണ് ഗൈസ്. സോ നമുക്ക് തുടങ്ങാം. പോവാം ഗൈസ്. ഞങ്ങൾ ഓട്ടോയിലാണ്, ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. സോ വേറെ ഒന്നുമില്ല. ഏത് വ്ലോഗായിട്ട് അപ്ലോഡ് ചെയ്യോ? സോ ഗൈസ് എൻ്റെ വ്ലോഗ് കാണുക. ഐ ഹോപ്പ് നിങ്ങൾ കാണും. ഗൈസ് ഒരു വളരെ എംബാരസിങ് മൊമെന്റ് ഉണ്ടായി. ഞാൻ പൈസ കൊടുക്കാതെ പോയി ആൻഡ് അവര് ജിത്തുവിനെ പിടിച്ചു വെച്ചു. ഞങ്ങളെന്നാ പിന്നെ വിളിക്കാം. അമ്പലത്തിൽ പോയി ഞങ്ങൾ. അതിനുശേഷം ഇപ്പോൾ കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ആതിര ചേച്ചി, ഇതാണ് ജിത്തു. സോ ഞങ്ങളുടെ ഭക്ഷണം വന്ന ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങളുടെ ഭക്ഷണം വന്നു, ഇതാണ് ഭക്ഷണം. സോ ആതിര ചേച്ചി ഫസ്റ്റ് ട്രൈ ചെയ്തിട്ട് പറയും എങ്ങനെയുണ്ടാവുമെന്ന്. വേറെ എന്ത് ഷൂട്ട് ചെയ്യാൻ? അതിനെ ഞാൻ മറന്നു പോകും ഷൂട്ട് ചെയ്യാൻ. കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ എലോറയിലാണ്. കൈലാഷ്നാഥ് കേവാണത്. സോ അപ്പോൾ ഇതാണ് കൈലാഷ്നാഥ് ടെമ്പിൾ ഗൈസ്. വളരെ വലുതാണ് ആൻഡ് വളരെ ഇതിൻ്റെ കാർവിങ്സ് വളരെ ഡീറ്റെയിൽ ആൻഡ് മെജസ്റ്റിക് ആണ്. ആൻഡ് ഐ ഹോപ്പ് ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇൻവെസ്റ്റ് ഇൻ കൺസർവിംഗ് ദിസ്. നിങ്ങൾ ഓക്കെ ഗൈസ്. ചെയ്തോ നല്ല ഫോട്ടോജനിക് പ്ലേസ്. ഏത് ആംഗിൾ എടുത്ത കഴിയും. ജിത്തും ആതിര ചേച്ചിയും ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. ആൻഡ് ഞാൻ നിങ്ങൾക്ക് വ്യൂ കാണിച്ചത്. ഇതാണ് വ്യൂ ആൻഡ് ഇറ്റ്സ് വെരി പ്രിറ്റി ഗൈസ്. ആൻഡ് ഇതാണ്. ശരി എന്നാ ഫോട്ടോ അല്ലേ വേണ്ട? ഇത്തിരി താഴേക്കാണ്. നിന്റെ മുഖത്താണ് ക്യാമറ. എൻ്റെ മുഖത്താണ്. ഇനി എൻ്റെ താഴേക്കാണ്. ഉണ്ട് ആടാ, അങ്ങനെ വിശ്വാസമില്ല ഗൈസ് എന്നെ. മാറി ചുറ്റും മാറും. എല്ലാവരും ചുറ്റുമാറ്. ഗൈസ് അപ്പോൾ ഞങ്ങളിപ്പോൾ ദൗലതാബാദ് ദേവഗിരി ഫോർട്ടിലാണ്. ഇത് ജിത്തു എങ്ങനെ താഴത്ത് പോണെന്ന് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അവൻ ചെക്ക് ചെയ്ത ശേഷം ഞങ്ങൾ പോകുന്നത്. കാരണം ഞങ്ങളുടെ അമ്മമാരെ അവനെയാണ് വിട്ടിരിക്കുന്നത്. അതെ ഇത് സേഫ് അല്ലടാ. ഞങ്ങൾ വരണോ? ഞാൻ ഫോണുള്ളിൽ വെക്കാം ഗൈസ്, കാരണം എൻ്റെ ഫോണ് അജന്തയിൽ വീണു. ഞാൻ ആ സ്റ്റോറി ടൈം നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം. ബൈ. അന്നൊക്കെ ഓടി വാ.
ഓടിവാ അങ്ങട് ഓടിവാ കണ്ണ ചാടിവാ. അപ്പോൾ ഇപ്പം ഞങ്ങൾ ബീബിക മക്ബരയിലാണ്. ആൻഡ് ഇത് ഔറംഗസേബിൻ്റെ വൈഫിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ആൻഡ് ഇതാണ് ജിത്തു ആദർ ചേച്ചി ഫോട്ടോ സെഷനിൽ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. പിന്നാലെ ഒരു പയ്യനില്ല ഗ്രീൻ സ്ട്രൈപ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അയാൾ ജിത്തുവിൻ്റെ പോക്കറ്റ് 5-6 പ്രാവശ്യം നോക്കി. ആൻഡ് ഞങ്ങൾ പുറത്തും കണ്ടു, ഇപ്പോഴും കണ്ടു. സോ അറിയില്ല എന്താണ്. സോ ഇവിടെ കുറേ പിക്ക് പോക്കറ്റിംഗ് ഉണ്ട്. ആൻഡ് ഇവിടെ എല്ലാവരും വളരെ വിയേർഡ്ലി നോക്കും. ശരി എന്നാ ബൈ ഗൈസ്. ചേച്ചി വരൂ. ബീബിക മക്ബരയുടെ പുറത്ത് കുറേ സ്റ്റോൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഈ പാനിപൂരി കഴിച്ചു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇരുന്ന് കഴിക്കുകയാണ് ഇവിടെ. പ്ലാനിൽ ഇല്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അതെ, സിദ്ധാർത്ഥ് സൂ എന്നാണ് പേര്. ഇത് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഒരാൾക്ക് മൂത്രം കഴിക്കണം പറഞ്ഞിട്ട്. അതെ, ഇത് അർജന്റായിരുന്നു. സൂലേക്ക് വന്ന A few moments later. കുറച്ച് മുന്നത്തെ എടുക്കണമായിരുന്നു. സോ ഇപ്പം അതിന് വേണമെങ്കിൽ അതൊന്നുകൂടെ ഓർഡർ ചെയ്യാം. ഇങ്ങോട്ട് വരുന്നേ ഓർഡർ ചെയ്യാം. ഇങ്ങോട്ട് വരുന്നേ. ഞങ്ങളിപ്പോൾ ട്രൈ ചെയ്യാണ് കൊറിയൻ സ്പൈസി ചിക്കൻ ബർഗർ. സോ ജിത്തുന് വേണ്ടി ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഐസ്ക്രീം ഞാൻ ജിത്തുന് വേണ്ടി കുപ്പിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ബൈറ്റ് ആരോ ചെയ്യണത്? ഒരാൾ ഇതിന്റെ കഥ പറ. എന്ത് കഥ? ഒന്നുമില്ല ഗൈസ്. ജിത്തുന് ഇത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. मैं जानता हूँ तू अपना शक्ल यूट्यूब में अपलोड नहीं करने वाली. मेरा हो गया वो सब. हिंदी में पार्टी. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ കഴിച്ച് നോക്കാൻ പോവാണ്. പെട്ടെന്ന് ഐസ്ക്രീം വേണ്ട അത് ഇത് കുടിക്കാൻ പറ്റില്ല, അത് കഴിക്കാൻ പറ്റില്ല. ആദി പ്ലീസ്. ഞാനോ ഫസ്റ്റ് ആയിട്ട് ആദ്യ ചേച്ചി, കാരണം ആദ്യ ചേച്ചി ഞങ്ങളെ ജഡ്ജ് ചെയ്യാൻ പോയത്. ആസ് എൻ ജഡ്ജ് അങ്ങനെയല്ലേ ഗൈസ്? കോമ്പറ്റീഷൻ ആയിരുന്നു അത്. നോക്കിയിട്ട് എന്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് ഇത്? കഴിച്ചു നോക്കട്ടെ. വേണ്ട എങ്ങനെയുണ്ട്? നന്നായിട്ട്. ഞാൻ ടേസ്റ്റ് ചെയ്യണം. ചൂടുണ്ട്. ഓക്കെ എനിക്ക് വളരെ വേഗം അത് ഒറ്റയടിക്ക് കഴിച്ചോണ്ടാ ഇത്രയും ഇതാക്കാത്ത. ഇപ്പൊ അവന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവന്റെ സ്പൈസ് ടോളറൻസ് വളരെ കുറവാണ്. സോ അവൻ അവനിങ്ങനെ പടയിലുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു വല്ല മധുരം വാങ്ങിച്ചു കൊടുക്കാന്ന്. ബ്രൗണി കുക്കി വാങ്ങാൻ ഞാൻ വിചാരിച്ചു മധുരം വാങ്ങിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു പോയിട്ട് ബ്രൗണി വാങ്ങിച്ചു തരാം, കാരണം അത് ഈസി ആയിരിക്കില്ലേ. എങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അവന്റെ. അപ്പൊ ഞാൻ പേടിച്ച് അവിടേക്ക് ബ്രൗണി വാങ്ങിയപ്പോൾ പിന്നെ ഞാൻ നടുവ് അയ്യോ ബ്രൗണി ചൂടായിരിക്കില്ല കേക്കു. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് നോക്കി. അപ്പൊ ഞാൻ ഇവിടെ ഡോമിനോസ് ഉണ്ട്. ഡോമിനോസിൽ സ്പ്രൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പോവാന്ന്. അപ്പോഴേക്ക് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോ അപ്പൊ മരണത്തിന് എന്നിട്ട് ഞാൻ പെട്ടെന്ന് പോയി വെള്ളം വാങ്ങിച്ചിട്ട് വന്നു. ഞാൻ ജിത്തുവിന്റെ ജീവൻ വീണ്ടും രക്ഷിച്ചിട്ടുണ്ട്. വീഡിയോ ആണ് ഗൈസ്. കഴിക്കൂ. സോ ഗൈസ് ഞങ്ങളിപ്പോൾ മോളിലാണ്. ഫോസിൽസ് കഴിക്കാൻ ഇരിക്കാൻ. ഞങ്ങളുടെ ഷെഡ്യൂൾ വളരെ ടൈറ്റാണ്. സോ ഞങ്ങളുടെ 3 മണിക്കുള്ള ട്രെയിനാണ്. സോ രാത്രി 3 മണി. സോ ഞങ്ങൾക്ക് ലീവ് ചെയ്യണം റെയിൽവേ സ്റ്റേഷന് വേണ്ടിയിട്ട്. എൻ്റെ റിയാക്ഷൻ എടുക്കില്ല. റെയിൽവേ സ്റ്റേഷന് വേണ്ടിയിട്ട് അതിൽ ചേച്ചി ക്യാമറ ചോദിച്ചുകൊണ്ട് നമുക്ക് നോക്കാം. എങ്ങനെയുണ്ട്? നല്ല മപ്പള് വരും.
ഓക്കെ ശരി ഗൈസ് ബൈ. One eternity later. ഹായ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഒരു വലിയ പ്രശ്നം. നമ്മൾ മറ്റേത് ഉപയോഗിച്ചിരിക്കുന്ന കൈസ്. സോ ഇതാണ് ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ. സോ എന്താ പറയുക, ചേച്ചി അവര് അതിൽ ചേച്ചി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഡ്രസ്സ് വേണമെന്നൊക്കെ. ഞാൻ സംസാരിക്കുന്നു. അപ്പൊ ജിത്തു ഇവിടെ വന്നിരുന്നപ്പോ ആര് ഞാനോ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു കിട്ടാം. അപ്പൊ എവിടെയാണ് ഞാൻ ഇത് 2 minutes വെരി ഗുഡ്. സോ എന്താ പറ്റി, ഞാൻ ഇവിടെ ജിത്തു വന്നിരുന്നപ്പോ ഞാൻ പിന്നെ അപ്പൊ ഇവൻ വീണ്ടും തുപ്പി. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ മേത്താവേണ്ടത്. അപ്പൊ ആണെന്താ അവന്റെ അപ്പൂപ്പനെ. അപ്പോൾ റെയിൽവേ പോലീസ് നമ്പറാണ് 182. ഞാൻ നിങ്ങളെ വിളിക്കും. ആൻഡ് ഐ ഡോണ്ട് നോ ഇവരെന്താ എന്നെ നോക്കണത്. സോ ഞാൻ അതുവരെ ബൈ ഗൈസ്. ഗൈസ് ഫോഴ്സ് ചെയ്യൂ ഗൈസ്, ഞാൻ പറയട്ടെ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ്. സോ ഞങ്ങളിപ്പോൾ ലോണാവല റെയിൽവേ സ്റ്റേഷനിലാണ്. ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷനിലാണ്. റിട്ടയറിംഗ് റൂം ഞങ്ങൾക്ക് കിട്ടിയില്ല. അതിൻ്റെ ഇൻഫർമേഷനായിട്ട് ഞാൻ നിങ്ങൾക്ക് പിന്നെ എൻ്റെ ട്വിറ്ററിൽ വന്നിരിക്കും. സോ എന്നെ ട്വിറ്ററിലും ഫോളോ ചെയ്യുക ഗൈസ്. ബൈ. സോ സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ. ഞങ്ങളിപ്പോൾ സ്റ്റേഷനിലാണ്. ആൻഡ് അവിടെ 222 നമ്പർ വീണ്ടും ഞാൻ കണ്ടു. ഐ ഡോണ്ട് നോ എന്താണ്, എനിക്കും റെയിൽവേ സ്റ്റേഷനിലും എല്ലാ പിള്ളേരും 222 ഞാൻ കണ്ടുകൊണ്ടിരിക്കും റെയിൽവേ സ്റ്റേഷൻസിൽ. സോ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ്. ആൻഡ് ഇനി എത്ര സമയമുണ്ട്? ഐ തിങ്ക് 10 എത്ര സമയം? 10:39 ആയി. ആൻഡ് ഞങ്ങളുടെ വണ്ടി ട്രെയിനാണ് 3 o'clock. ആൻഡ് ഐ ഹോപ്പ് ഒന്ന് ഞങ്ങൾ ചെക്ക് ചെയ്യട്ടെ എന്തായാലും. സോ ഞങ്ങൾ നോക്കി എങ്ങനെയാണ്. സോ ഗൈസ് ഇതാ ഞാൻ ചേഞ്ചൊക്കെ ചെയ്തു. ടൈം എന്താണിത്? 2:55 ആണ് ഗൈസ്. സോ ഞങ്ങളിപ്പോൾ ഇരിക്കുകയാണ്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു, ആസ് ഇൻ സ്നാക്സ് കഴിച്ചു. ആൻഡ് ബസ് ഇപ്പോൾ വരും. ഐ മീൻ കാർ, വണ്ടി, ട്രെയിൻ ഇപ്പോൾ വരും ഗൈസ്. ശരി എന്നാ ബൈ. 2000 years later. ഹലോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ വിളിച്ചു. ആൻഡ് ഇത് ഞങ്ങളുടെ ബർത്തായിരുന്നു. ആൻഡ് ഇത് ആദ്യം ചേച്ചി. സോ ഞങ്ങൾക്ക് ബ്രഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ചേച്ചി ചില്ല്. ഓക്കെ. അപ്പോൾ ഇതിനകത്താണ് ജിത്തുവിന് ഞങ്ങൾക്ക് ഫ്രഷപ്പ് ആവാൻ പറ്റിയിട്ടില്ല. സോ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി എനിക്ക് വളരെ വിശന്നു, ഇന്നലെ ഉറങ്ങുന്ന സമയത്ത്. അപ്പോൾ ഞങ്ങളിപ്പോൾ 10:30 എത്തും. ഹായ് ഗൈസ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ക്യാബിനാണ്. ഞങ്ങൾ എത്തിയ വീട്. ഐ മീൻ സേഫ്റ്റി. ജിത്തു ഹായ് പറ. ഓക്കെ, അവൻ പറ്റില്ല, അവൻ ജോഫോൺസിലാണ്. സോ ഇപ്പോൾ ക്യാബിനാണ്. പോയിട്ട് ഇതിന് റെസ്റ്റൊക്കെ എടുക്കണം. സോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരാം. ബൈ.